അതാണ് സാഹചര്യം. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നമ്മളിപ്പോൾ വയനാട് SP-യുമായി സംസാരിച്ചിരുന്നു. വയനാട് SP നമ്മളോട് വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് എറണാകുളം പോലീസാണ് ഈ പറഞ്ഞതുപോലെ ഈ കസ്റ്റഡിയിൽ എടുത്തത് എന്നുള്ളതാണ്. ഈ വയനാട് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ അറിവുകളില്ല. എറണാകുളം പോലീസുമായി ബന്ധപ്പെടാനാണ് അല്പസമയം മുമ്പാണ് SP ഇക്കാര്യം വ്യക്തമാക്കിയത്. വൈത്തിരിയിലുള്ള ഈ ബോബി ചെമ്മണ്ണൂരിന്റെ പ്രോപ്പർട്ടി ദൃശ്യങ്ങൾ വരുന്നുണ്ട്. വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ ഈ സ്ഥലത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ആ ബോബി ചെമ്മണ്ണൂരിന്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം എന്നും കരുതുന്നുണ്ട്. വയനാട്ടിലെ ബോബി ചെമ്മണ്ണൂരിന്റെ പ്രോപ്പർട്ടിയാണ്, റിസോർട്ടാണ് ഇത്. ഇവിടെ എത്തിയാണ് പോലീസ് സംഘം നിരീക്ഷണത്തിന് ശേഷം കസ്റ്റഡിയിലെടുത്ത് വയനാട് AR ക്യാമ്പിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ പോലീസ് സന്നാഹങ്ങളും വലിയ തരത്തിലുള്ള സംവിധാനങ്ങളും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കാരണം വളരെ പ്രമുഖനായ ഒരു വ്യവസായിയാണ്. കേരളത്തിൽ ഏറെ ചർച്ചയായ ഒരു കേസാണ്. ഹണി റോസിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നടി കൊടുത്ത പരാതിയിന്മേലുള്ള നടപടിയാണ് എന്നതുകൂടി ചേർത്ത് വായിക്കണം. സ്വാഭാവികമായും സംവിധാനങ്ങൾ ഒരുക്കിയാണ് പോലീസ് സംഘം ഈ വിഷയത്തിൽ ഇടപെടുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പോലീസ് സംഘം കഴിഞ്ഞ 2 ദിവസമായി ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ കോയമ്പത്തൂരിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ. അതിനുശേഷമാണ് ഇപ്പോൾ വയനാട്ടിലെ അദ്ദേഹത്തിന്റെ റിസോർട്ടിലേക്ക് വന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. തുടർന്ന് പോലീസ് സംഘം അവിടെ എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത്. അത്ര എളുപ്പമല്ല ബോബി ചെമ്മണ്ണൂരിന്റെ നിയമ നടപടികൾ എന്നുള്ളതാണ്. അശ്ലീല പരാമർശം, ലൈംഗിക ചുവയോടുകൂടിയുള്ള സംസാരം, തുടർച്ചയായി പൊതുമധ്യത്തിൽ നാണം കെടുത്തൽ, അപമാനിക്കൽ എന്ന നിരവധി വകുപ്പുകൾ കൂടി ചേർക്കുന്നുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ AR ക്യാമ്പാണ്. ഇവിടെ ബോബി ചെമ്മണ്ണൂർ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വിശദാംശങ്ങളും മറ്റും ലഭ്യമാക്കേണ്ടതുണ്ട്. ദൃശ്യങ്ങളും മറ്റും ലഭ്യമാകുന്നുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ് അനീഷ് ഇപ്പോൾ? എന്തായാലും വളരെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. വയനാട് AR ക്യാമ്പിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരുണ്ട്. പുത്തൂർ വയലിൽ സ്ഥിതി ചെയ്യുന്ന AR ക്യാമ്പിലേക്കാണ് പോലീസ് സംഘം ബോബി ചെമ്മണ്ണൂരുമായി എത്തിയിരിക്കുന്നത്. 900 കണ്ടിയിൽ അദ്ദേഹത്തിന്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, തോട്ടം. അവിടെയാണ് നേരത്തെ വിവാദപരമായ ന്യൂ ഇയർ പാർട്ടിയൊക്കെ നടത്താൻ ഉദ്ദേശിച്ച സ്ഥലമാണ്. ആ സ്ഥലത്തുണ്ട്. അവിടെ നിന്നും രാവിലെ പോലീസ് സംഘം കസ്റ്റഡിയിൽ എടുത്തു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു, AR ക്യാമ്പിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. അല്പസമയത്തിനുള്ളിൽ പോലീസ് സംഘം ഈ ബോബി ചെമ്മണ്ണൂരുമായി കൊച്ചി സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കേസെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം പോലീസ് സംഘം അദ്ദേഹവുമായി ഇവിടെ നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ ചടുലമായ നീക്കത്തിനൊടുവിലാണ് പോലീസ് അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നത്. ഹണി റോസ് കഴിഞ്ഞ ദിവസം പരാതി നൽകുന്നു. കൂടുതൽ കടുത്ത വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. തുടർന്ന് ഈ തന്നെ മാത്രമല്ല മറ്റ് ചില സ്ത്രീകളെയും ഇത്തരത്തിൽ അശ്ലീല സംഭാഷണത്തിലൂടെയും ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയും ഒക്കെ ബോബി ചെമ്മണ്ണൂർ അപമാനിച്ചതായി അവർ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന് ഉപോത്ബലമായ വീഡിയോ ദൃശ്യങ്ങളൊക്കെ നൽകുന്നു. ഒപ്പം ഈ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ വലിയ രീതിയിലുള്ള കടന്നാക്രമണം തനിക്കടക്കമുള്ളവർക്കെതിരെ നേരിടുന്നുവെന്ന് തെളിയിക്കാനും ഹണി റോസിന് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം സമൂഹത്തിന്റെ വലിയൊരു പിന്തുണ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രശസ്തരടക്കമുള്ള ആളുകൾ അവരെ പിന്തുണച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. അമ്മ എന്ന സംഘടന പരിപൂർണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു. ആവശ്യമെങ്കിൽ നിയമസഹായം നൽകുമെന്ന് പോലും അവർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നടപടികൾ കടുപ്പിക്കുകയും ഇന്ന് രാവിലെ ബോബി ചെമ്മണ്ണൂരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഈ നടപടിക്രമങ്ങൾ നീണ്ടുപോകും, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കാനുള്ള ഒരു അവസരം ബോബി ചെമ്മണ്ണൂർ ലഭിക്കുമെന്നൊക്കെ ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. പക്ഷേ ഈ കണക്കൂട്ടലുകൾക്കൊക്കെ അപ്പുറം വളരെ ചടുലമായ നീക്കമാണ് പോലീസ് നടത്തിയത്. 900 കണ്ടിയിലെ അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിൽ നിന്നും രാവിലെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് AR ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹവുമായുള്ള പോലീസ് സംഘം കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ട്? എപ്പോഴാണ് ഈ ബോബി ചെമ്മണ്ണൂർ ഈ വയനാട്ടിലെ സ്ഥലത്തെത്തിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നേരത്തെ കോയമ്പത്തൂരിൽ അദ്ദേഹത്തിന്റെ ഒരു ജുവലറിയുടെ ഉദ്ഘാടനമൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അവിടെ ആയിരിക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പോലീസ് സംഘം ബോബി ചെമ്മണ്ണൂരിന് പിറകെ തന്നെ ഉണ്ടായിരുന്നോ? അത്തരം എന്തെങ്കിലും വിവരങ്ങൾ ഈ പോലീസ് നൽകുന്നുണ്ടോ? പോലീസിൽ നിന്ന് വിശദാംശങ്ങൾ ഇപ്പോഴും നൽകുന്നില്ല. കാരണം കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തി ഈ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങൾ ഏത് സമയത്താണ് എന്നൊന്നും പറയുന്നില്ല. 5 റോഡ് എന്ന ഭാഗത്ത് വെച്ചായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കോയമ്പത്തൂർ അദ്ദേഹത്തിന്റെ ഷോറൂമിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പതിവായി അദ്ദേഹം വയനാട്ടിലെ ഈ റിസോർട്ടിൽ എത്തുന്ന ആളാണ്. വയനാട്ടിൽ ഈ എസ്റ്റേറ്റിൽ എത്തുന്നതാണ്. നേരത്തെ ഈ പുതുവത്സര ദിനത്തിൽ വലിയ പാർട്ടിയൊക്കെ നടത്താൻ
വലിയ ഒരു സംഗമം നടത്താൻ ആലോചിക്കുകയും ഹൈക്കോടതി അതിന് സ്റ്റേ നൽകുകയും അത് പിന്നീട് അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്ഥിരമായി വരുന്ന ഒരു സ്ഥലം കൂടിയാണ് എസ്റ്റേറ്റ്. അവിടേക്കാണ് പോലീസ് എത്തുകയും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ നിന്നും ഈ പുത്തൂർ വയലിലെ AR ക്യാമ്പിൽ നിന്നും അദ്ദേഹത്തെയുമായി പോലീസ് സംഘം പോകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ AR ക്യാമ്പിന് ഉള്ളിൽ തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുള്ള പോലീസ് സംഘം ഉള്ളത്. അദ്ദേഹത്തിന്റെ വാഹനമടക്കം അകത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അല്പസമയത്തിനകം പോലീസ് സംഘം കൊച്ചിയിലേക്ക് ബോബി ചെമ്മണ്ണൂരുമായി യാത്ര തിരിക്കും.